സ്ഥപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ ഭവേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതത്തിൻ്റെ രചനാരീതിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചത്. അതായത് നമ്മൾ ഇന്ന് വായിക്കുന്ന വിപുലമായ ഭാഗങ്ങൾ ചെറിയ ചെറിയ പോയിൻ്റുകളായിട്ട് അല്ലെങ്കിൽ ചില ഇൻഡിക്കേഷൻസ് മാത്രമായിട്ട് മാസ്റ്റർ മഹാശയൻ എങ്ങനെയാണത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വന്തം ഡയറി കുറിപ്പ് ഏത് തരത്തിലായിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. സാധാരണ ഒരു ഗ്രന്ഥരചനയുടെ യാതൊരുവിധ രീതിശാസ്ത്രങ്ങളും പിന്തുടരാത്ത തരത്തിലാണ് വചനാമൃതത്തിൻ്റെ എഴുത്ത്. അതായത് ഒരു ഗ്രന്ഥരചനയ്ക്ക് വേണ്ട ചില നിയമാവലികളുണ്ട്. ഒരു ഗ്രന്ഥം രചിക്കുമ്പോൾ അത് ഏതൊരു ഗ്രന്ഥമായാലും ശരി, ഇപ്പോൾ നോവലായാലും കവിതയായാലും ലേഖനമായാലും ജീവചരിത്രമായാലും ആധ്യാത്മിക ഗ്രന്ഥമായാലും എല്ലാത്തിനും ഒരു രീതിശാസ്ത്രമുണ്ട്. നമ്മുടെ പുരാണങ്ങളെ സംബന്ധിച്ചും എല്ലാം ആ രീതിശാസ്ത്രങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്. രാമായണമായാലും മഹാഭാരതമായാലും ഒക്കെ അതിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. അതായത് ഒരു കുലത്തിൻ്റെ ഒരു കഥ, ആ കുലത്തിൽ ധീരോദാത്തനായൊരു നായകൻ, ആ നായകൻ്റെ ജനനം, വളർച്ച, ആ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി, ഇത് ഇങ്ങനെയാണ് ഒരു ഗ്രന്ഥരചനയുടെ ഒരു ശൈലി, ഒരു രീതിശാസ്ത്രം. അതേപോലെ ധീരോദാത്തനായ നായകൻ എങ്ങനെയൊക്കെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു രീതിശാസ്ത്രം. പക്ഷെ ഇതെല്ലാം പാടെ മാറ്റിമറിച്ചുകൊണ്ടാണ് വചനാമൃതത്തിൻ്റെ രചന സ്വീകരിക്കപ്പെട്ടത്. കാരണം വചനാമൃതത്തിന് ആദ്യം, നമ്മളത് നേരത്തെ പറഞ്ഞ ഒരു ആദിമധ്യാന്തമൊന്നുമില്ല. ഒരു ഇടക്കാലത്ത് വന്ന ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 4 വർഷത്തിനിപ്പുറമുള്ള, ഒരു 4 വർഷത്തിന് മധ്യയുള്ള കുറച്ച് സന്ദർഭങ്ങൾ, അതുമാത്രം വെച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥരചനയെ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ കഥാമൃതത്തെ അല്ലെങ്കിൽ വചനാമൃതത്തെ പരിപൂർണമായും മാസ്റ്റർ മഹാശയൻ സൃഷ്ടിച്ചെടുത്തത്. അതിന് തക്ക യാതൊരു തയ്യാറെടുപ്പുകളും ഇല്ലാതിരുന്നിട്ട് കൂടി അവസാനം അത് സംഭവിക്കുകയായിരുന്നു. അപ്പോൾ വചനാമൃതം അതിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്, വചനാമൃതം ഡയറി കുറിപ്പുകൾ ലോകത്തിനറിയണമെന്ന ഉദ്ദേശത്തിലല്ല എഴുതപ്പെട്ടത്. അതായിരുന്നു ആ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വചനാമൃതത്തിന് വേണ്ടി അടിസ്ഥാനപരമായി ഉപയോഗിക്കപ്പെട്ട ആ ഡയറി കുറിപ്പുകൾ ഈ ലോകം അറിയാൻ വേണ്ടിയിട്ടേ അല്ല. അപ്പോൾ അത് അത്രമേൽ സ്വകാര്യതയോടുകൂടി കുറിക്കപ്പെട്ടതായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പരിപൂർണ സ്വകാര്യത ഈ കുറിപ്പിനുണ്ട്. അതായത് ഡയറി എഴുതിയ വ്യക്തിക്ക്, അതായത് മാസ്റ്റർ മഹാശയൻ, ധ്യാനാവസ്ഥയിൽ സ്വയം ഭഗവാനുമായി എക്കാലവും സഹവസിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇത് സാധാരണ ഒരു ഗ്രന്ഥരചന എന്ന് പറയുമ്പോൾ അത് ലോകത്തിന് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. ലോകത്തിൻ്റെ ഗുണപരമായ സാഹചര്യത്തിന് വേണ്ടിയാണ് ഒരു ഗ്രന്ഥകർത്താവ് ഒരു ഗ്രന്ഥം രചിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനുമായി എത്ര കാലം താൻ ജീവിച്ചിരിക്കുന്നുവോ, മാസ്റ്റർ മഹാശയൻ വിചാരിക്കുന്നത് താൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്രയും കാലം ഭഗവാനുമായിട്ട് സഹവസിക്കണം. അങ്ങനെ ഭഗവാനുമായിട്ട് സഹവസിക്കണമെങ്കിൽ ആ സഹവസിക്കാനുള്ള സാഹചര്യത്തെ സ്വയം സൃഷ്ടിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ചെറിയ ചെറിയ നോട്ട്സ് കുറിച്ച് സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ മാസ്റ്റർ മഹാശയന് ഏത് സന്ദർഭത്തിലും ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷമായാൽ പോലും
മാസ്റ്റർ മഹാശയന് ഒരിടത്തിരുന്നാൽ ഭഗവാനോട് കൂടി എന്ന് മുതലാണോ മാസ്റ്റർ മഹാശയൻ സഖ്യം ചെയ്തു തുടങ്ങിയത് ആ അവസ്ഥയിൽ തന്നെയാണ് പിന്നെയും തുടരുന്നത്. ആ സഖ്യാവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും പിന്നീടും സംഭവിക്കുന്നില്ല മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച്. കാരണം ഭഗവാൻ സജീവമായി കൂടെ അപ്പോഴും നിലനിൽക്കുകയാണ്. അതാണ് അതിന് സഹായകമായ തരത്തിലാണ് മാസ്റ്റർ മഹാശയൻ തൻ്റെ ഡയറി കുറിപ്പുകളെ സൂക്ഷിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കണം എന്ന്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഭഗവാന്റെ ഓരോ ചലനങ്ങൾ പോലും സാധാരണഗതിയിൽ ഇത്തരം കൃതികൾ രചിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുമ്പോൾ ആരാണോ ആ ഈശ്വരതുല്യമായ ആ അവതാര കഥയാണെങ്കിൽ, അല്ലെങ്കിൽ പണ്ഡിതനാണെങ്കിൽ, ഗുരുവായിരുന്നെങ്കിൽ, എല്ലാം ഏത് തരത്തിലുള്ള വ്യക്തിയിൽ നിന്നാണോ വായ്മൊഴിയായി ഇത് കേൾക്കപ്പെടുന്നത് ആ ആധ്യാത്മിക തത്വത്തെ അതേപടി ആ തത്വങ്ങളെയാണ് എഴുതി ഗ്രന്ഥമായി സ്വീകരിക്കുക. ഇവിടെ തത്വങ്ങൾ മാത്രമല്ല, ആ വ്യക്തിയുടെ ശാരീരിക ചലനങ്ങൾ, ആ വ്യക്തിയുടെ സ്വഭാവ രീതികൾ, അങ്ങനെ എല്ലാം ഓരോ മൈന്യൂട്ട് പോയിന്റുകൾ വരെയാണ് നോട്ട് ചെയ്യപ്പെടുന്നത്. എന്തിന് ആ സാഹചര്യം, ആ ചുറ്റുമുള്ള കാലാവസ്ഥ പോലും പലപ്പോഴും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. വരുന്ന ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജും ചലനങ്ങളും ചിന്തകളും മുഖഭാവങ്ങളും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇതിനകത്ത് കുറിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ വചനാമൃതം മാത്രം എഴുതിയാൽ മതിയല്ലോ. ഇതിനകത്തു നിന്നുള്ള ഭഗവാന്റെ ആ വചനാമൃതമാകുന്ന ആധ്യാത്മിക ഉപദേശങ്ങൾ മാത്രം ക്രോഡീകരിച്ചാൽ അതിനു മുമ്പ് നടന്നിട്ടുള്ള ശ്രമങ്ങളെല്ലാം ശ്രീരാമകൃഷ്ണയർ യുക്തി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളതെല്ലാം ഭഗവാന്റെ ഉപദേശം മാത്രമാണ്. കാര്യം അതല്ലേ ലോകത്തിന് ആവശ്യമുള്ളൂ എന്നാണ് അവർ ധരിച്ചത്. പക്ഷെ മാസ്റ്റർ മഹാശയൻ എഴുതിയപ്പോൾ ഉപദേശങ്ങൾക്ക് ഉപരിയായി അത്രയും സ്പേസ് തന്നെ ആ സാഹചര്യങ്ങളെ വർണ്ണിക്കാൻ ഉപയോഗിച്ചു. ഭഗവാന്റെ ഓരോ ചലനങ്ങൾ അത് വർണ്ണിക്കാൻ ഉപയോഗിച്ചു. അപ്പോൾ ആ തരം അത് ഭഗവാന്റെ മാത്രമല്ല, അവിടെ വരുന്ന ഓരോ വ്യക്തിയുടെയും ചലനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. അതായത് ആ സാഹചര്യത്തെ മുഴുവനുമാണ് വർണ്ണിച്ചെടുക്കുന്നത്. എന്തിനധികം ഭഗവാന്റെ മുറിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അതിനകത്ത് എഴുതുന്നുണ്ട്. ഭഗവാൻ മുറിയിൽ ഇരിക്കുമ്പോൾ വാതിലിലൂടെ പുറമേ കാണുന്ന കാഴ്ചകൾ വരെ മാസ്റ്റർ മഹാശയൻ കുറിക്കുകയാണ്. ഒരു വശത്ത് ഗംഗ ഒഴുകുന്നു, അവിടുന്ന് കാറ്റടിക്കുന്നു, അപ്പോൾ ഉള്ള സൂര്യപ്രകാശത്തിൻ്റെ അളവ് എത്ര, ഇപ്പുറത്ത് ഭവതാരിണീ ദേവിയുടെ മന്ദിരത്തിൽ വിളക്കുകൾ തെളിയുന്നു, ശംഖനാദം മുഴങ്ങുന്നു, ചേങ്കില മുഴങ്ങുന്നു, സംഗീതം മുഴങ്ങുന്നു, ദീപാരാധനയുടെ മണിയടി കേൾക്കുന്നു, ആളുകൾ വരുന്നു പോകുന്നു, ഇങ്ങനെ പല പല രീതിയിൽ. അത് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഇവിടെ വരുന്നവരോ അവരെങ്ങനെ വരുന്നു, എങ്ങനെ പ്രവേശിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, അതുവരെ ഈ മുറിക്ക് പുറത്താരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരും. അതുകൊണ്ടാണല്ലോ ഹസ്രയൊക്കെ എഴുതപ്പെട്ടത്. അല്ലെങ്കിൽ പിന്നെ ഹസ്ര ഇതിനകത്ത് വരേണ്ട സാഹചര്യമേ കാണുന്നില്ല. ഹസ്ര ഒരിക്കലും മുറിക്ക് അകത്ത് ഇരുന്നിട്ടേ ഇല്ല. അപ്പോൾ അതുവരെ ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, ഓരോ സന്ദർഭങ്ങൾ വരെ. അപ്പോൾ ഭഗവാന്റെ ഓരോ ചലനങ്ങൾ വരെ, മാതൃദേവിയുടെ ജീവിത ഘടനകൾ വരെ. അപ്പോൾ ഓരോ തരത്തിലും എത്രയെത്ര ആളുകൾ ഇതിനകത്തോട്ട് വരുന്നു ആ ആളുകളുടെ മുഴുവനും ആ ശാരീരികവും മാനസികവുമായ എല്ലാ വ്യാപാരങ്ങളെയും മാസ്റ്റർ മഹാശയൻ തൻ്റെ നോട്ട്ബുക്കിന് അല്ലെങ്കിൽ തൻ്റെ ഡയറിയെ വിപുലപ്പെടുത്തിയപ്പോൾ അതെല്ലാം കടന്നു വന്നു. എന്നാൽ അതൊന്നും ഇതിനകത്തില്ലേന്നു. മാസ്റ്റർ മഹാശയൻ ഇതൊന്നും കുറിച്ച് വെച്ചിട്ടില്ല. പക്ഷെ ആ സന്ദർഭം എഴുതുമ്പോൾ ഇതെല്ലാം ഓരോന്ന് ആ സമയത്ത് അനങ്ങിയ ഒരു ഇലയുടെ ചലനം പോലും ഇതിനകത്ത് കയറി വരുന്നുണ്ട്. മാസ്റ്റർ മഹാശയൻ ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൃത്യതയോടുകൂടി ആ ചുറ്റുപാടുകൾ എഴുതുമ്പോൾ ആ ഭഗവാന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പഞ്ചവടിയുടെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നത് ആ ടിൻ ഫാക്ടറി ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ആ ടിൻ ഫാക്ടറി ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയതും കൗതുകം തോന്നിയതും കൂടുതൽ ഇഷ്ടം തോന്നിയതും ആ ടിൻ ഫാക്ടറിയുടെ അടുത്ത് പോയി നിൽക്കാനാണ്. കാര്യം ആ ടിൻ ഫാക്ടറി ഇതിനകത്ത് വലിയൊരു ഒരു കഥാപാത്രമാണ് ആ ടിൻ ഫാക്ടറി. അപ്പോൾ ആ തരത്തിൽ വരെ നമ്മളെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആ ടിൻ ഫാക്ടറിയെക്കുറിച്ച്, അതായത് ആ പ്രദേശത്തെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് മാസ്റ്റർ മഹാശയൻ കൊണ്ടുവന്നതെന്നുള്ളതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇതായിരുന്നു മാസ്റ്റർ മഹാശയൻ സ്വീകരിക്കപ്പെട്ട
ഒരു രീതി. അതൊരിക്കലും ഇതെല്ലാം മാസ്റ്റർ മഹാശയൻ സ്വയം മാസ്റ്റർ മഹാശയനും ഭഗവാനും മാത്രമുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് പുറമേ ഒരാൾക്കും വായിക്കാനോ ഇത് അനുഭവിക്കാനോ ഉള്ള ആഗ്രഹം മാസ്റ്റർ മഹാശയൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. സ്വന്തം ആവശ്യത്തിനാണ് എഴുതിയത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പുറമേ ഒരാൾ വായിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ എഴുതുമ്പോഴാണ് നമ്മൾ പലതും ഏച്ചുകെട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ വരെ ഏച്ചുകെട്ടും. അതെല്ലാം കുഴപ്പത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. അതാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത് പിന്നീട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രാമായണത്തെ ആയാലും മഹാഭാരതത്തെ ആയാലും എല്ലാം ആധുനിക കാലത്ത് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്ന തരത്തിൽ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അതിനുള്ളൊരു പഴുത് അതിനകത്ത് എങ്ങനെയെങ്കിലും കയറിപ്പറ്റും. ഇവിടെ അതല്ല. ഈ വചനാമൃതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംശയമില്ല. ഇപ്പം നിരീശ്വരവാദികൾക്ക് പോലും തർക്കിക്കാൻ പറ്റില്ല. സാധാരണ നിരീശ്വരവാദികൾക്ക് വേണമെങ്കിൽ തർക്കിക്കാവുന്ന ഘടനകളാണ് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ ഉള്ളത് ഏറെ. ഇവിടെ നിരീശ്വരവാദിക്കും സ്പേസ് ഇല്ല. കാരണം നിരീശ്വരവാദി എന്താണോ പറയുന്നത് അതും ഭഗവാൻ പറഞ്ഞു. അങ്ങനെ നിരീശ്വരൻ തന്നെ ഈ സാകാരനുമല്ല നിരാകാരനുമല്ല, ഇത് രണ്ടും അല്ലാത്തതുമാണ്. അപ്പോൾ ഭഗവാൻ എല്ലാ ചിന്തകളെയും എല്ലാ ചിന്തകൾക്കും ഉപരിയായിട്ട് ഈശ്വര തത്വങ്ങൾ ഗ്രഹിക്കാനുള്ളൊരു അന്തരീക്ഷത്തെയാണ് സൃഷ്ടിച്ചു വെച്ചത്. അത് നമുക്ക് അതേപോലെ ബോധ്യപ്പെടാനുള്ളൊരു കാരണം മാസ്റ്റർ മഹാശയൻ്റെ ഈ രചനാ കൗശലം കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് വളരെ റിയലായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും പ്രകടമായതെന്ന്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ധ്യാനിക്കാൻ മാത്രമായി മന്ത്രം പോലെയാണ് ചില വാക്കുകൾ, സൂചനകൾ അതിനകത്തുള്ള. അതൊരു മന്ത്രം പോലെയാണ്. ഒരു മന്ത്രം പോലെയാണ് ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മാസ്റ്റർ മഹാശയൻ. ഒരു മന്ത്രം പോലെയാണ്. ഈ മന്ത്രം പോലുള്ള ഈ ഒരു വാക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ അന്തരീക്ഷം മുഴുവനും മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ വന്ന് നിറയുകയും മാസ്റ്റർ മഹാശയൻ അത് മുഴുവനും അനുഭവിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും പിന്നീട് ഇത് പകർത്തപ്പെട്ടപ്പോൾ മാസ്റ്റർ മഹാശയൻ അതായത് പിന്നീട് ഇത് റീകളക്ട് ചെയ്തിട്ട് മാസ്റ്റർ മഹാശയൻ അനുഭവിച്ച ആ അനുഭവ തലത്തിൻ്റെ 100% മാത്രമായിരിക്കാം ഒരുപക്ഷെ രചിക്കപ്പെട്ടത് എന്ന് വേണം കരുതാൻ. കാര്യം അത് മുഴുവനും എന്തായാലും മാസ്റ്റർ മഹാശയൻ അതേ അവസ്ഥയിലേക്ക് പകരാൻ സാധ്യത കുറവാണ്. കാരണം അത്രമേൽ ധ്യാനാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് രചിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ധ്യാനാവസ്ഥയുടെ ഒരംശം മാത്രമാണ്. എന്നിട്ടും ഇത്രയും വിപുലമെങ്കിൽ അത് പൂർണ്ണമായും ഭഗവാന്റെ മുന്നിലിരുന്ന് കേൾക്കുന്ന സാഹചര്യത്തിൽ ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരവസ്ഥ എന്തായിരിക്കും ഊഹിച്ചാൽ മാത്രം മതി. അത് അനുഭവിക്കാൻ കഴിഞ്ഞ അന്നത്തെ ആളുകളുടെ ആ ഒരു ഭാഗ്യത്തെക്കുറിച്ച് മാത്രം ഒന്ന് ഊഹിച്ചാൽ മതി. മറ്റൊന്ന്, ഒരു ഗ്രന്ഥരചയിതാവ് ആശ്രയിക്കുന്ന ഭാഷാരീതി ഇതിനകത്തില്ല. ഒരു ഗ്രന്ഥം അത് പ്രത്യേകിച്ച് ഒരു ആധ്യാത്മിക ഗ്രന്ഥം രചിക്കുമ്പോൾ ഏത് തരത്തിലുള്ളൊരു ഭാഷാ രീതിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു പ്രത്യേക വാക്കുകളും ഭാഷാ രീതികളും ഒക്കെ സ്വായത്തമാക്കിക്കൊണ്ടായിരിക്കും അവരത് എഴുതുന്നത്. പക്ഷെ ഇവിടെ രചയിതാവിൻ്റെ ഭാഷയ്ക്കോ അറിവിനോ ഇതിൽ പ്രസക്തി ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. ഇതിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് മാസ്റ്റർ മഹാശയനാണ്. പക്ഷെ മാസ്റ്റർ മഹാശയൻ്റെ അറിവിനോ മാസ്റ്റർ മഹാശയൻ്റെ ഭാഷയ്ക്കോ അല്ലെങ്കിൽ മാസ്റ്റർ മഹാശയൻ്റെ ആ സ്വായത്തമാക്കിയ ഒരറിവും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. മാസ്റ്റർ മഹാശയൻ്റേതായ ഒരു ഭാഷയും ഇതിനകത്തില്ല. മാസ്റ്റർ മഹാശയൻ്റേതായ ഒരു ഭാഷയും ഇതിനകത്തില്ല. ഇത് മുഴുവൻ ഭഗവാന്റെ ഭാഷ മാത്രമാണ്. അതുകൊണ്ടാണ് ശാരദാദേവി അത് പറഞ്ഞത്. ഭഗവാന്റെ മൊഴികൾ അതേപടി പകർത്തുക മാത്രമാണ് മാസ്റ്റർ മഹാശയൻ ചെയ്തത്. അതായത് ധ്യാനാവസ്ഥയിൽ ആ സന്ദർഭത്തെ റീക്രിയേറ്റ് ചെയ്ത് ആ ദിവസത്തെയും സന്ദർഭത്തെയും ഒരുപോലെ കൊണ്ടുവന്ന് അതിലിരുന്നു കൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ഇത് എഴുതപ്പെട്ടത്. അത് ഭഗവാൻ പറയുന്ന അതേ ഭാഷയിൽ ഇരുന്നു കൊണ്ട് എഴുതാനും പറ്റി. സാധാരണ ഗ്രന്ഥരചയിതാക്കൾ അവരുടെ വീക്ഷണത്തിലായിരിക്കും വിഷയത്തെ സമീപിക്കുക. ഏതൊരാളും ഏതൊരു ഗ്രന്ഥം എഴുതിയാലും അയാളുടെ വീക്ഷണമായിരിക്കും അത്. ആ വിഷയത്തോടുള്ള അയാളുടെ വീക്ഷണമായിരിക്കും പ്രധാനമായിട്ടും ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം. പക്ഷെ ഇവിടെ മാസ്റ്റർ മഹാശയന് വീക്ഷണത്തിന് അവകാശമേ ഇല്ല. മാസ്റ്റർ മഹാശയൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല.
അതാണ്, സ്വന്തം പേര് പോലും ഇതിനകത്തില്ല, ആരാണെന്ന് പോലും ഇതിനകത്ത് വ്യക്തമല്ല. ആ സ്ഥിതിക്ക് മാസ്റ്റർ മഹാശയൻ്റെ ഒരു വീക്ഷണം, ഒരു ഭഗവാൻ പറയുന്ന ഒരു കാര്യത്തെയും മാസ്റ്റർ മഹാശയൻ്റെ വീക്ഷണത്തിൽ എഴുതിയിട്ടില്ല. കാരണം ഈ ചെറിയ കുറിപ്പുകളിൽ നിന്നാണ്, ചെറിയ നൊട്ടേഷൻസിൽ നിന്നാണ് ഈ ഡെവലപ്മെൻ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സ്വന്തം നിലയ്ക്ക് കുറേ ഡെവലപ്മെൻറ്റ് സ്വയം ഇതിനകത്ത് എഴുതി ചേർക്കപ്പെടാൻ സാഹചര്യം വളരെ കൂടുതലാണ്. പക്ഷെ അതുപോലും ഉണ്ടായിട്ടില്ല. ഒരു വാക്കോ മൂളലോ പോലും അധികമില്ല. അതും ഭഗവാന്റെ മാത്രമാണ് വിഷയത്തെ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വീക്ഷണം മാസ്റ്റർ ഉള്ളിൽ വളർത്തിയെടുത്തിട്ടുമില്ല. അതായത് താൻ ഈ ലോകത്തെ എങ്ങനെ കണ്ടു, ഈ ആധ്യാത്മിക ഉപദേശങ്ങളെ താൻ എങ്ങനെ ഉൾക്കൊണ്ടുവന്നോ, ഇത് കേട്ട മാസ്റ്റർ മഹാശയൻ എങ്ങനെ ഉൾക്കൊണ്ടു എന്ന് ഇതിൽ ഒരിടത്തുമില്ല. എനിക്കിങ്ങനെയാണ് തോന്നിയത്, ഭഗവാൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണെന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയുമില്ല ഇതിനകത്ത്. താൻ മനസ്സിലാക്കിയത് ഒന്നും ഇവിടെയില്ല. ഭഗവാന്റെ മൊഴികൾ അതേപടി. അതുകൊണ്ട് എന്തു പറ്റി, ആ മനസ്സിലാക്കുന്നതെല്ലാം അനുവാചകരായ നമ്മൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇതിനിടയിലെല്ലാം ഇതിൽ മാഷമഹാശയൻ്റെ വെർഷൻ ഏതാണ്, ഭഗവാന്റെ വെർഷൻ ഏതാണെന്നുള്ള സംശയം കയറി വന്ന് നമ്മൾ കുഴപ്പത്തിലായിപ്പോയത്. അതാണ് ഈ തർക്കങ്ങൾക്ക് പിന്നീട് കാരണം വരുന്നത്. ഇവിടെ തർക്കത്തിൻ്റെ വിഷയമില്ല. കാര്യം മാഷമഹാശയൻ്റെ ഒരു വെർഷൻ ഇതിനകത്ത് ഇല്ല. ഭഗവാൻ പറയുന്ന വെർഷനും ഭഗവാൻ പറയുന്ന കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. മാസ്റ്റർ മഹാശയൻ അതായത് ഒരു സ്വനഗ്രാഹിയായിട്ടാണ് വർക്ക് ചെയ്തത്. ഭഗവാന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തപ്പോൾ അത് റെക്കോർഡർ എന്നാണ് പറയുന്നത്, അല്ലേ? ഇത് ഭഗവാന്റെ മൊഴികളുടെ റെക്കോർഡറാണ്, ഇൻ്റർപ്രട്ടർ അല്ല. അപ്പോൾ റെക്കോർഡർ എന്നുള്ളത്, അപ്പോൾ സ്വനഗ്രാഹി എന്ന് പറയാം. ശബ്ദം കേട്ടത് എന്താണോ അത് അതേപടി ഗ്രഹിച്ച് പകർത്തി. അതുകൊണ്ട് തന്നെ ഒരു വലിയ സദസ്സിന് മുന്നിൽ അതേപടി വായിക്കാൻ പറ്റാത്ത വിധം പ്രഭാഷകർ പിന്നീട് വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഗ്രന്ഥം വലിയൊരു സദസ്സിന് മുന്നിൽ അതേപടി വായിക്കാൻ പറ്റാത്ത വിധം പ്രഭാഷകർ പിന്നീട് വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? കാരണം നാടൻ പ്രയോഗങ്ങൾ എങ്ങനെ അതേപടി പറയും എന്ന് നമ്മുടെ അഹന്ത സമ്മതിക്കുന്നില്ല. ഭഗവാൻ ഇതിനകത്ത് ഒരുപാട് നാടൻ പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ പ്രഭാഷകൻ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റില്ല പൊതുവേദിയിൽ. അങ്ങനെ പറയുമ്പോൾ അയാളുടെ ജ്ഞാനത്തെ അത് ബാധിക്കുമെന്ന് അയാളുടെ അഹന്ത സമ്മതിക്കില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് പൊതുസമൂഹത്തിൽ വായിക്കാൻ പണ്ഡിതോചിതമായ ചില അഹന്തയോടുകൂടി ഇരുന്നു കൊണ്ട് ഈ ഗ്രന്ഥത്തെ സമീപിക്കാൻ പറ്റില്ല. ഇപ്പം ഭാഗവതമായാലും ശരി, രാമായണമായാലും ശരി, ഭാരതമായാലും ശരി, നമുക്ക് ഒരു പ്രഭാഷകന് ഒരു ഭാഗവത സപ്താഹത്തിൽ ഇരിക്കുന്ന ആൾക്ക് അയാളുടേതായ ഒരു വെർഷനോടുകൂടി, അല്ലെങ്കിൽ അയാളുടേതായ ഒരു അയാളുടെ അഹന്തയോടുകൂടി അതിനെ പ്രകടിപ്പിക്കുക. അഹന്ത എന്ന് പറയുമ്പോൾ അഹംഭാവം, അഹങ്കാരം എന്നുള്ള അർത്ഥത്തിലല്ല, സ്വന്തം അഹംബോധത്തോടു കൂടി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അത് കേൾവിക്കാരിൽ എത്തിക്കാനുമുള്ളൊരു സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. ഇവിടെ അത് പറ്റില്ല. ഇവിടെ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ തന്നെ ഉപയോഗിച്ചേ പറ്റൂ. ഭഗവാൻ എന്താണോ പറഞ്ഞ ആ വാക്ക് അതേപടി ഉപയോഗിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഇത് പറയാൻ കാരണം, ഇപ്പോൾ തിരുവല്ലയിൽ ഭാഗവത സത്രം നടക്കുന്ന സമയമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇന്ന് ഈ സന്ദർഭമായതുകൊണ്ട് അവിടെ നിന്ന് മാറിയതാണ്. നമ്മുടെ ധാരാളം ആളുകൾ ആ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, പ്രഭാഷകരിങ്ങനെ പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ ദേവനെ പറയാത്ത ഒരു പ്രഭാഷകൻ പോലും ആ കൂട്ടത്തിലില്ലായിരുന്നു. ഒരു ദിവസം 12 പ്രഭാഷകർ വീതം പങ്കെടുത്ത് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു. 48 പേര് പ്രഭാഷണം നടത്തി. ഞാൻ ശ്രദ്ധിച്ചതെല്ലാം ഇതാണ്. എപ്പോഴാണ് ഇവർ ശ്രീരാമകൃഷ്ണദേവനെ പറയുന്നത്? എല്ലാവരും ശ്രീരാമകൃഷ്ണദേവനെ പറയാതെ മുന്നോട്ട് പോകാൻ ഈ 48 പേർക്കും കഴിഞ്ഞിട്ടില്ല. അവർ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ശ്രീരാമകൃഷ്ണദേവനെ കോട്ട് ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഭഗവാന് ശ്രീരാമകൃഷ്ണദേവൻ്റെ മൊഴികളെ, ആ വചനാമൃതത്തെ സ്വീകരിക്കാതെ ഒരു പ്രഭാഷകന് വേറെ ഒരു വേദിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രമേൽ ഇത് സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരിക്കുക. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെയും കാളിമാതാവിനെയും പറ്റിയായിരുന്നു ഒരു പ്രഭാഷകൻ സംസാരിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെയും കാളിമാതാവിനെയും പറ്റി പറഞ്ഞു. അപ്പോൾ കാളിമാതാവിൻ്റെ രൂപം എന്നത്
ആ ഈശ്വരീയ സങ്കല്പത്തെ അറിയാത്തവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാണ് ആ പ്രഭാഷകൻ പറഞ്ഞത്. ശ്രീരാമകൃഷ്ണദേവൻ കാളിമാതാവിനെ ആണ് കാളിമാതാവിൻ്റെ മകനായാണ് ശ്രീരാമകൃഷ്ണദേവൻ ആ ദക്ഷിണേശ്വരത്ത് കഴിയുന്നത്. പക്ഷെ കാളിമാതാവിനെ പൊതു സമൂഹം, ഇന്നത്തെ നമ്മുടെ പൊതുസമൂഹത്തിനിടയിൽ ആ രൂപസങ്കല്പത്തെ, ആ ദേവതാ സങ്കല്പത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടുള്ളത് കാളിമാതാവിൻ്റെതാണ്. കാരണം നമ്മുടെ ഭവനങ്ങളിൽ കാളിമാതാവിൻ്റെ ചിത്രം സാധാരണ നമ്മൾ വെക്കാറില്ല. സാധാരണഗതിയിൽ കൽക്കട്ടയിലെ കാര്യം എടുക്കണ്ട, ബംഗാളിൽ എല്ലാ വീടുകളിലും അത് വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീടുകളിൽ സാധാരണ കാളിമാതാവിൻ്റെ രൂപം വെക്കാറില്ല. അതിൻ്റെ രൗദ്രഭാവം തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഒരു ഇഷ്ടരൂപമായിട്ട് കാളിമാതാവിൻ്റെ രൂപം കടന്നു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമേലില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ വചനാമൃതം വായിച്ചു പഠിച്ച ഒരാൾക്ക് ഒരിക്കലും കാളിമാതാവ് രൗദ്രഭാവത്തിലുള്ളതല്ല. ഇത് ഭാഗവത സത്രത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് ഞാനീ പറയുന്നത്. വചനാമൃതം വായിച്ചു പഠിച്ച ഒരാൾക്ക് ഒരിക്കലും കാളിമാതാവ് രൗദ്രഭാവത്തിലുള്ളതല്ല, മറിച്ച് കരുണാമൂർത്തിയായ അമ്മയാണ്. ശ്രീരാമകൃഷ്ണദേവൻ അമ്മേ അമ്മേ എന്ന് വിളിച്ചു കരയുന്നതാണ് നമ്മൾ അനുഭവിച്ച ഭക്തിയുടെ സങ്കല്പം. ഇപ്പം കാളിമാതാവ് എന്ന് സാധാരണഗതിയിൽ കാളിമാതാവ് എന്ന രൂപത്തെ നമ്മൾ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ ആ രൂപത്തെ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന രൂപം നാക്ക് പുറത്തേക്കിട്ട് കണ്ണൊക്കെ തള്ളി ഒരു കയ്യിൽ ശിരസ്, ഒരു കയ്യിൽ ജട കുത്തിപ്പിടിച്ച ശിരസ്, അതിൽ നിന്ന് രക്തം ഊർന്നു വീഴുന്നു, മറ്റേ കയ്യിൽ ഊരിപ്പിടിച്ച ആ വെട്ടിയ വാള്, രക്തപങ്കിലമായ വാള്, കഴുത്തിൽ നിറച്ച് തലയോട്ടികൾ. എങ്ങനെയാണ് ഇങ്ങനെ ആരാധിക്കുന്നത് നമ്മൾ? ഇങ്ങനെ ഒരു രൂപത്തെ എങ്ങനെ ആരാധിക്കും? അപ്പോൾ ആ നമ്മൾക്ക് അത് രൗദ്രഭാവമാണെന്ന് തോന്നുന്നതും എന്തുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ അത് നമ്മെ പഠിപ്പിച്ചത്? കാളിമാതാവിനെ ഭഗവാൻ കണ്ട അല്ലെങ്കിൽ കാളിമാതാവിനെ എങ്ങനെ കാണണം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണത് പഠിപ്പിച്ചത്? ഈ രൂപം, ഹിംസാത്മകമായ ഒരു രൂപം എങ്ങനെ ധ്യാനിക്കുമെന്നാണ് പലരും ചോദിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ പഠിപ്പിച്ചെന്താണ്? അമ്മേ, അവിടുന്ന് യന്ത്രി, ഞാൻ വെറും യന്ത്രം. അവിടുന്നാണ് യന്ത്രി, ഞാൻ വെറും യന്ത്രം. അതായത് യന്ത്രത്തിന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് സ്വന്തം ബുദ്ധി എന്നൊന്നുമില്ല യന്ത്രത്തിന്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ എന്താണ്? ഞാൻ വെറും യന്ത്രം, അവിടുന്നാണ് യന്ത്രി. അപ്പം യന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? യന്ത്രത്തിന് ബുദ്ധിയില്ല. അത് ആരാണോ യന്ത്രത്തെ ചലിപ്പിക്കുന്നത്, ആ ചലിപ്പിക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ യന്ത്രത്തിന് ചലിക്കാൻ കഴിയും, സ്വയം ചലിക്കാൻ കഴിയില്ല യന്ത്രത്തിന്. അതായത് യന്ത്രത്തിന് ബുദ്ധിയില്ല, അതായത് യന്ത്രത്തിന് തലയില്ല. അപ്പോൾ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇത് ഭാഗവത സത്രത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നതാണ് കേട്ടോ. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, കാളിമാതാവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ വെട്ടിയെടുത്തിരിക്കുന്ന ശിരസ്, അത് നമ്മുടെ ശിരസ്സാണ്. കാര്യം നമ്മൾ ഈ തലയാണ്, നമ്മുടെ ഈ നമ്മൾ യന്ത്രമാണ്. അപ്പോൾ യന്ത്രത്തിന് തലയില്ല. അപ്പോൾ നമ്മുടെ ശിരസ്സാണ് ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്നത്, മാതാവിൽ അർപ്പിച്ചിരിക്കുന്നത്. കാര്യം എനിക്ക് ചിന്തയില്ല. കാരണം ഈ ശിരസ് എന്തിനാണ് അർപ്പിച്ചത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശിരസിൻ്റെ പ്രത്യേകത, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് ശിരസിലാണ്. നമ്മൾ ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും ശിരസിലാണ് ഇരിക്കുന്നത്, തലയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ മൂക്കായാലും കണ്ണായാലും ചെവിയായാലും നാക്കായാലും ത്വക്ക് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സെറിബ്രൽ ബ്രെയിനിൽ നിന്നാണ് ത്വക്ക് ഇതായി വരുന്നത്. അതുകൊണ്ടാണ് ത്വക്കിൻ്റെ കേന്ദ്രം ബ്രെയിൻ ആയതുകൊണ്ട്, ശിരസിലായതുകൊണ്ടാണ് വിരലിനടിയിൽ ഒരു മുള്ളു കൊണ്ടാൽ നമുക്ക് വേദന തോന്നുന്നത്. അപ്പോൾ ത്വക്കും ശിരസിൻ്റെ ഭാഗമാണ്. അപ്പോൾ കണ്ണും മൂക്കും ചുണ്ടും ചെവിയും ത്വക്കും എല്ലാം ഇരിക്കുന്ന ഈ ശിരസിനെ ഞാൻ കാളിമാതാവിന് സമർപ്പിച്ചിരിക്കുന്നു. എനിക്ക്
അവിടുത്തെ അല്ലാത്ത ചിന്തയില്ല, അവിടുത്തെ നിർദ്ദേശമില്ലാത്ത കാഴ്ചയില്ല, അവിടുത്തെ നിർദ്ദേശമില്ലാത്ത കേൾവിയില്ല, അവിടുത്തെ നിർദ്ദേശമില്ലാത്ത സ്പർശനമില്ല, ഗന്ധമില്ല. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു അർത്ഥത്തെ കാളിമാതാവിൻ്റെ ആ രൂപത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ എന്നാണ് ചർച്ച ചെയ്തത്. ഇനി ഈ നമ്മളെ ഈ ലോകത്തോട് മുഴുവൻ ബന്ധപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഈ ശിരസിലാണ് ഇരിക്കുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ രുചിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന ഗന്ധം, ഇതെല്ലാം അനുഭവിക്കുന്നത് ഈ ശിരസിലൂടെയാണ്, തലഭാഗത്തൂടെയാണ്. അതെല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴേ നമ്മൾ പൂർണ്ണമായും ഒരു യന്ത്രം ആയി മാറുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായും സമർപ്പണം ചെയ്യേണ്ടത് എന്ന ബോധ്യമാണ് കാളിമാതാവിലൂടെ ശ്രീരാമകൃഷ്ണദേവൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് ചർച്ച ചെയ്യുകയാണ് അവിടെ. അതാണ് ഭഗവാന്റെ ആ ഈശ്വര സങ്കല്പത്തെയാണ് ചർച്ച ചെയ്തത്. അപ്പോൾ പിന്നീട് അത് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മെ മായയിൽ തളച്ചിടുന്നു. ഭഗവാൻ വചനാമൃതത്തിലെ വാക്കുകളാണിത്. വചനാമൃതം മുഴുവനുമാണ് ചർച്ച ചെയ്യുന്നത്. മായയാണ് നമ്മെ വീഴ്ത്തിയിരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മെ വീഴ്ത്തിയിരിക്കുന്നത്. നമ്മെ ഈ ലോകത്തെ ഈ സംസാരത്തിലേക്ക് വലിച്ചഴച്ചിട്ടത് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ്. അങ്ങനെ മായയാൽ തളച്ചിടപ്പെട്ട നമ്മൾ നമ്മുടെ ശിരസ് കാളിമാതാവിന് സമർപ്പിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ശിരസ്സാണത്. അപ്പം പിന്നെ നമുക്ക് ആ രൗദ്രഭാവം ഇപ്പം തോന്നൂല. കാര്യം ആ തൂങ്ങിക്കിടക്കുന്ന ശിരസ് എൻ്റെതാണ്. അങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഇനി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ തലയോട്ടികൾ, ആ തലയോട്ടികളെ മനുഷ്യരുടെ തലയോട്ടി എന്നുള്ള അർത്ഥത്തിലല്ല കാണേണ്ടത്. അത് സ്വാമി വിവേകാനന്ദൻ്റെ തലയോട്ടിയാണ്. അങ്ങനെ ഓരോരോ മഹത്തുക്കളുടെ തലയോട്ടിയാണ് ആ സങ്കല്പത്തിൽ. അതായത് കാളീമാതാവിൻ്റെ ശരീരത്തോട് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞ വലിയൊരു മഹത് ജീവിതത്തെയാണ് ഓരോ തലയോട്ടിയും പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ആ തലയോട്ടിയാകുന്ന മാലയിലെ ഒരു തലയോട്ടിയായി മാറാൻ എൻ്റെ ജന്മം സാധ്യമാകണേ എന്ന പ്രാർത്ഥനയാണ് അവിടെ വേണ്ടത്. അതാണ് കാളിമാതാവിൻ്റെ കഴുത്തിലുള്ള തലയോട്ടി. അതിലൊരു തലയോട്ടി ഞാനായി മാറണേ എന്നുള്ള പ്രാർത്ഥന. നോക്കി, ഇത്രയും വിപുലമായ ചർച്ചകളിലേക്ക് വചനാമൃതത്തെ, ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ വചനാമൃതത്തെ ഇത്രയും വിപുലമായ ചർച്ചകളിലേക്ക് ഈ കാലഘട്ടത്തിൽ, ഈ 100-150 വർഷം പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ നമുക്ക് ചുറ്റും ഇരുന്ന് ഇത്രയും ജനങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ആലോചിച്ചു, ആ നമ്മൾ ഇപ്പോൾ വചനാമൃതം മനനം ചെയ്യുകയും മാസ്റ്റർ മഹാശയനെ പഠിക്കുകയും അദ്ദേഹത്തെ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരെക്കുറിച്ച് മനസ്സിലാക്കുകയും എല്ലാം ചെയ്ത് അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇത്തരം സപ്താഹവേദികളിലോ സത്രവേദികളിലോ അല്ലെങ്കിൽ പൗരാണിക ഉദ്ഘോഷണം നടത്തുന്ന മറ്റു വേദികളിലോ ചെന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം. കാര്യം നമ്മളിത് ദിവസേന മനനം ചെയ്യുന്നൊരു കാര്യം ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ വേറൊരാൾ ഇത് വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യാനായിട്ട് മുന്നോട്ടിടുകയാണ്. ആലോചിച്ച് നോക്കുക, ഈ വചനാമൃതത്തിൻ്റെ ആ സ്വാധീനം എത്രമാത്രമാണ്. ഭാഗവതമായാലും രാമായണമായാലും മറ്റേത് ദേവീ ഭാഗവതമായാലും എന്തെടുത്താലും ശരി, ഏതെടുത്താലും ശ്രീരാമകൃഷ്ണദേവനെയും വചനാമൃതത്തെയും ഉൾക്കൊള്ളാതെ ഒരു ആധ്യാത്മിക സദസ്സിന് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ രചനാ കൗശലത്തിൻ്റെ അല്ലെങ്കിൽ മാസ്റ്റർ മഹാശയൻ്റെ ആ ഒരു രചനയുടെ ശക്തിയാണ് ഇവിടെ പ്രകടമാകുന്നത്. അതേപോലെ ഇനി ഈ വചനാമൃതത്തെ സംബന്ധിച്ച് മറ്റൊരു ഘടന പറയുന്നത്, ഇതിൽ ആദിമധ്യാന്തങ്ങളില്ല. ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. വചനാമൃതത്തിൽ ആദിമധ്യാന്തങ്ങളില്ല. എന്തെന്നാൽ ഭഗവാൻ പറയുന്ന സംഭാഷണങ്ങൾ കാലസമയ സന്ദർഭങ്ങളെ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇതൊരു കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, സന്ദർഭത്തെ ഭഗവാൻ പറയുന്ന കഥകൾ ഏത് സന്ദർഭത്തിൽ ഏത് കഥ പറയുന്നു അല്ലെങ്കിൽ ഏത് സാഹചര്യത്തെ ഭഗവാൻ അവിടെ വർണ്ണിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇത് കേശവചന്ദ്രസേനെ കുറിച്ച്
പറയുന്ന സമയത്ത് ചിലപ്പോൾ കേശവചന്ദ്രസേൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇരുന്ന് പറയുന്നത്. പക്ഷേ വചനാമൃതത്തിൽ ഇത് തിരിഞ്ഞും മറിഞ്ഞും ഈ സന്ദർഭങ്ങൾ കയറി വരുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിലും. അപ്പോൾ ഇതിനൊരു കാലസമയ സന്ദർഭങ്ങളൊന്നും പരിഗണിച്ചുകൊണ്ടല്ല ഈ കുറിപ്പുകൾ ക്രോഡീകരിക്കപ്പെട്ടത് മാസ്റ്റർ മഹാശയൻ്റെ പക്ഷത്തു നിന്ന്. പിന്നീട് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ ഗ്രന്ഥരചനയിലേക്ക് വന്ന സമയത്ത് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് കാലഘടന ഉണ്ടായിരുന്നതേയില്ല. അപ്പം വളരെ പഴയ ഓർമ്മകളായിരിക്കും ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. കാമാർപുക്കൂറിലെ ഒരു കാര്യം, സ്വന്തം വീട്ടിലെ കാര്യം പറയുന്നതിനിടയ്ക്ക് പെട്ടെന്നായിരിക്കും, ഈ സന്ദർഭത്തിലായിരിക്കും ഭൂതകാലത്തിലേക്ക് പോകുന്നത്, പെട്ടെന്നായിരിക്കും പിന്നെയും വർത്തമാനകാലത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം നമ്മൾ ഈ കേൾക്കുന്ന ഈ വചനാമൃതം വായിക്കുകയോ ഭഗവാനെ ശ്രവിക്കുകയോ ചെയ്യുന്നവർ ഒരു കടലിലെ തിരമാലയിൽപ്പെട്ട വള്ളത്തിലിരിക്കുന്ന പോലെയാണ്. ഇങ്ങനെ ആടിയും ഉലഞ്ഞും താങ്ങിയും പൊങ്ങിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ആ ഒരു ഒഴുക്ക്, അതിൻ്റെ ആ ഒരു ആ സഞ്ചാരത്തിൻ്റെ ഒരു രീതി നമുക്കിതിൻ്റെ വായനയിൽ നിന്ന് ബോധ്യപ്പെടും. ഒരിക്കലൊരാൾ മാസ്റ്ററോട് ചോദിച്ചു, എന്തിനാണ് ഇതിൽ അങ്ങ് ഇങ്ങനെ പല പേരിൽ വരുന്നത്? എന്തുകൊണ്ടാണ് ശ്രീമായാണ് ഇത് എഴുതിയത്? സത്യത്തിൽ വാചനാമൃതത്തിൻ്റെ രചയിതാവ് ശ്രീമായാണ്. ശ്രീമാ കഥിത എന്നാണ് പറഞ്ഞ ശ്രീമായാണ് ഇത് എഴുതുന്നത്. മണിയുണ്ട് വേറൊരു സന്ദർഭത്തിൽ. അങ്ങനെ പല പേരിൽ വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പല പേരിൽ വരാൻ കാരണമെന്ന് ഒരാൾ മാസ്റ്ററോട് ചോദിച്ചു. പിന്നീട് അപ്പോൾ മാസ്റ്റർ മഹാശയൻ അതിന് ഉത്തരം പറഞ്ഞത്, ഞാനും ഭഗവാനും തമ്മിൽ ചില സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തും, അത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമല്ല, അത് മറ്റുള്ളവർക്ക് അറിയണ്ട. അതുകൊണ്ട് തന്നെ ഭഗവാനോടൊപ്പം സംസാരിക്കുന്ന ആൾ ആരെന്ന് വായനക്കാർ അറിയേണ്ട കാര്യമില്ല. അപ്പം മണി ആണ് സംസാരിക്കുന്നതിൽ മണി ആരാണെന്ന് അറിയേണ്ട കാര്യം വായനക്കാർക്കില്ല. അത് മാസ്റ്റർ മഹാശയനും ഭഗവാനും തമ്മിലുള്ളൊരു സ്വകാര്യ സംഭാഷണമാണ്. അപ്പം മണി എന്ന പേര് സ്വീകരിക്കുന്നത് അപ്പോഴാണ്. മണി എന്ന് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ആ സന്ദർഭത്തിലാണ്. എവിടെയൊക്കെയാണോ വചനാമൃതത്തിൽ മണി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതിനർത്ഥം ഇത് മാസ്റ്റർ മഹാശയൻ തന്നെ തുറന്നു പറഞ്ഞ കാര്യം. അതായത് മണി എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്തൊന്നും ഇത് വായനക്കാരായ അല്ലെങ്കിൽ ഇത് ആരാണോ പിന്നീട് വായിക്കുന്നത് അവർക്കിത് അറിയേണ്ട. ആ ചോദ്യങ്ങളോ അതിൻ്റെ ഉത്തരങ്ങളോ ഈ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല, അവരത് അന്വേഷിക്കുകയും വേണ്ട, ആ ഭാഗം വായിച്ചങ്ങ് പോയാൽ മതി. അതാണ് മണി എന്ന് പറയുന്ന കഥാപാത്രമായി വരുന്നത്, അല്ലെങ്കിൽ മണി എന്ന പേരിൽ മാസ്റ്റർ മഹാശയൻ വരുന്നത്. അതേപോലെ ശ്രീമ എന്നത് ഗ്രന്ഥരചയിതാവാണ്. മാസ്റ്റർ ഇതിനകത്തെ കഥാപാത്രം മാത്രമാണ്. മാസ്റ്റർ ഇതിനകത്തെ മഹേന്ദ്രനാഥ ഗുപ്ത അല്ല. മാസ്റ്റർ മഹാശയൻ എന്ന് നമ്മൾ പറയുന്നത് ഇതിലെ ഗ്രന്ഥരചയിതാവല്ല. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയനെ കണക്കിന് കളിയാക്കുന്നുണ്ട് ശ്രീമ. തുടക്കത്തിൽ അത് നമുക്കറിയാം. കൊട്ട് കിട്ടിയതും തട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ ശ്രീമയാണ് കളിയാക്കുന്നത്, മാസ്റ്റർ മഹാശയനല്ല. സ്വയം കളിയാക്കുകയല്ല ചെയ്തത്, ശ്രീമയാണ് കളിയാക്കുന്നത്. ശ്രീമയാണ് ഇതിനകത്തെ എല്ലാ കാര്യങ്ങളും നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ശ്രീമയാണ്. അപ്പം ശ്രീമ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് വേണം മാസ്റ്റർ മഹാശയനെ വായിക്കാൻ. അല്ലാതെ മാസ്റ്റർ മഹാശയൻ മഹേന്ദ്രനാഥ ഗുപ്തയാണെന്നും മാസ്റ്റർ മഹാശയൻ ഇതിൻ്റെ എഴുത്തുകാരനാണെന്നുള്ള ധാരണയിൽ വായിച്ചാൽ ഇതിൻ്റെ രസം പോവും. ഇത് മാസ്റ്റർ മഹാശയൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്കിത് ആസ്വദിക്കണമെങ്കിൽ ശ്രീമയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത് വായിക്കണം. ശ്രീമ എന്ന എഴുത്തുകാരൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വായിക്കണം. അല്ലാതെ മാസ്റ്റർ മഹാശയൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് വായിച്ചാലും മണിയുടെ പക്ഷത്തിൽ നിന്ന് വായിച്ചാലും മോഹിനി അങ്ങനെ പല പേരിൽ വരുന്നുണ്ട്. ആ ഭാഗത്ത് നിന്നുകൊണ്ടൊന്നും നിങ്ങൾക്കിത് മാസ്റ്റർ മഹാശയനാണെന്ന ഐഡൻറ്റിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭാഗങ്ങൾ വായിക്കരുത്. ഇത് വായിക്കേണ്ടത് ശ്രീമയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രം. ശ്രീമ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയതായിട്ട് മാത്രമേ വായിക്കൂ. അത് മാസ്റ്റർ അപ്പം നമ്മൾ ഏറ്റവും ഇതിനകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന മാസ്റ്റർ എന്നാണ്, എം എന്നാണ്, മാ എന്നാണ്. ഇതിനകത്ത് മുഴുവനും മായാണ് വന്നിരിക്കുന്നത്. ആ മാസ്റ്റർ മഹാശയൻ അല്ല എന്നുള്ള ഭാവത്തിലാണ് നമ്മളിത് വായിക്കേണ്ടത് എന്ന് മാസ്റ്റർ മഹാശയൻ തന്നെ, മഹേന്ദ്രനാഥ ഗുപ്ത തന്നെ നമ്മോട് അത് പറയുന്നു. പിന്നെ എന്തോ ഒരു ഭക്തൻ എന്നല്ലാതെയും പറയുന്നുണ്ട്. അത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ ആ ചോദ്യത്തെ, അത് എല്ലാം ശ്രീമയുടെ
സ്വാതന്ത്ര്യമാണത്. ഇത് ഭക്തൻ ചോദിക്കണോ, മാസ്റ്റർ ചോദിക്കണോ, അതോ മണി ചോദിക്കണോ, മോഹനൻ ചോദിക്കണോ എന്നുള്ളതൊക്കെ ശ്രീമയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ശ്രീമയാണ് ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള ഓതം എന്നുള്ള ആ പക്ഷം. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം, ഓരോ പേരും വ്യത്യസ്ത കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. കർമ്മമുണ്ട്. മാസ്റ്ററുടെ കർമ്മമല്ല മണിയുടെ കർമ്മം, മണിയുടെ കർമ്മമല്ല മോഹൻ്റെ കർമ്മം, ആ കർമ്മമല്ല ശ്രീമായുടെ കർമ്മം. അപ്പോൾ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേരുകൾ മാറ്റിയിട്ടുണ്ട്. ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാസ്റ്റർ മഹാശയൻ തന്നെ ഈ കഥാപാത്രങ്ങളെ ഈ വ്യക്തികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് മാസ്റ്റർ മഹാശയനെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ മാസ്റ്റർ മഹാശയനാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ വെളിയിൽ നിന്ന് ഒരാൾ ഊഹിച്ച് പറയുന്നതല്ല. ഇത് മാസ്റ്റർ മഹാശയൻ തന്നെ പറഞ്ഞു കൊടുത്താണ്. എന്നാൽ ഒരിടത്തും മഹേന്ദ്രനാഥ ഗുപ്ത എന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാനേ കഴിയില്ല. അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളുടെ പേരേ പുറത്ത് വരരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇത് രചിക്കപ്പെട്ടത്. പക്ഷെ മഹേന്ദ്രനാഥ ഗുപ്തയാണ് കാലം പിന്നീട് മഹേന്ദ്രനാഥ ഗുപ്തയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്താലും പേരെടുക്കണം എന്നുള്ളൊരു താല്പര്യക്കാരാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഒരു പേര് അതിനകത്ത് വരണം എന്ന് താല്പര്യക്കാരാണ് നമ്മളെല്ലാവരും. എന്നിട്ട് ഇവിടെ അങ്ങനെ പോലും മഹേന്ദ്രനാഥ ഗുപ്ത തീരുമാനിക്കാതിരുന്നിട്ട് പോലും ലോകം മഹേന്ദ്രനാഥ ഗുപ്തയെ തിരിച്ചറിഞ്ഞു. പേരും പ്രശസ്തിയും നമ്മൾ നേടുന്നതല്ല, ഈശ്വരൻ നമുക്ക് തരുന്നതാണ്. ഇത് മഹേന്ദ്രനാഥ ഗുപ്ത ഈ സന്ദർഭത്തിലല്ല പറഞ്ഞത്. ഭക്തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മറഞ്ഞിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരങ്ങളിലൊന്നാണ്, പേരും പെരുമയും പ്രശസ്തിയും നേടുന്നത് നമ്മളല്ല, അത് ഈശ്വരൻ നമുക്ക് നൽകുന്നതാണ്. അത് വേണമെങ്കിൽ ഈശ്വരൻ നമുക്ക് നൽകും, അല്ലെങ്കിൽ നൽകില്ല. നമ്മൾക്ക് അവകാശമില്ല എന്നാണ് മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്. ഇനി മറ്റൊരിക്കലൊരു ഭക്തൻ ചോദിച്ചത്, ആളുകൾ വിചാരിക്കുന്നുണ്ടോ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച പോലെയാണ് അങ്ങയുടെ ഡയറിയിലെ കുറിപ്പുകളെന്ന്? ഇത് നമ്മളും നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ അത് തന്നെ പിന്നീട് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അത് വന്നപ്പോൾ പിന്നീട് മാസ്റ്റർ മഹാശയനോട് ഒരാൾ അപ്പോൾ ചോദിച്ചു ആ ചോദ്യം. നമ്മളിത് കണ്ടുകൊണ്ട് അല്ല, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ വന്നു പോയതാണ്. പക്ഷെ ഇവിടെ അതേ ചോദ്യം ചോദിച്ചിരിക്കുന്നു, ഇത് ആളുകൾ അറിയുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ അങ്ങ് ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കുറിപ്പുകൾ പോലെ തന്നെയാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് ആളുകൾ ധരിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറഞ്ഞു, ഇല്ല, അത് ആളുകൾക്ക് അറിയാൻ കഴിയില്ലെന്ന് പറഞ്ഞു. നോക്കൂ, നമ്മളത് നേരത്തെ നോക്കി വെച്ച് പറഞ്ഞു കാര്യം. മാസ്റ്റർ മഹാശയൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ എങ്ങനെയായെന്നുള്ളതിൻ്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് നല്ലോണം അറിയാം. അത് 100-150 വർഷം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഈ 100-150 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ ബോധ്യപ്പെട്ടത്. പക്ഷേ മാസ്റ്റർ മഹാശയൻ അന്ന് ചോദിച്ച ആളോട് മാസ്റ്റർ മഹാശയൻ നേരിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ഇല്ല, അങ്ങനെ അറിയാനേ പറ്റില്ല. കാര്യം എൻ്റെ ഡയറി കുറിപ്പ് ആരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് എഴുതിയതെന്നോ എൻ്റെ ഡയറി കുറിപ്പ് എങ്ങനെയാണെന്നോ കാര്യം മാസ്റ്റർ മഹാശയൻ ജീവിച്ചിരിക്കെ ഇത് പുറമെ കണ്ടിട്ടില്ല. മാസ്റ്റർ മഹാശയൻ്റെ കാലശേഷമാണ് ഈ കുറിപ്പുകളുടെ ഫോട്ടോസ്റ്റാറ്റൊക്കെ വെളി വന്നത്. മാസ്റ്റർ മഹാശയൻ ജീവിച്ചിരിക്കെ കുറിപ്പ് വെളി വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് ആർക്കും അറിയാൻ കഴിയില്ല. മാസ്റ്റർ മഹാശയനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. തൻ്റെ കാലശേഷം ഇതെല്ലാം ഈ കടലാസ് എല്ലാവരും കൂടെ പബ്ലിഷ് ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുമെന്നൊന്നും മാസ്റ്റർ മഹാശയൻ അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറഞ്ഞു, ആർക്കും അറിയില്ല, ഞാൻ എങ്ങനെയാണ് എഴുതിയത് ലോകത്ത് ആർക്കും അറിയില്ല എന്നാണ് മാസ്റ്റർ മഹാശയൻ അന്ന് പറഞ്ഞത്. ഡയറിയിൽ എഴുതിയിരിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഓരോ സന്ദർഭത്തിൻ്റെയും പൂർണ്ണമായ ഭാഗം എൻ്റെ മനസ്സിലും ബുദ്ധിയിലുമാണ്. അതാണ് പൂർണ്ണമായിട്ട് മാസ്റ്റർ മഹാശയൻ അപ്പോൾ പറഞ്ഞു. ഇത് ഓരോ സന്ദർഭത്തിൻ്റെയും അതിൻ്റെ പൂർണ്ണമായ രൂപം എൻ്റെ മനസ്സിലും ബുദ്ധിയിലുമാണ്. അതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അത് കണ്ടു. കാരണം 1-2 വരി വലിയ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു അധ്യായം തന്നെ വിപുലപ്പെട്ട് വന്നത് നമ്മൾ കണ്ടു. ഈ അധ്യായത്തിൻ്റെ വൈപുല്യം എന്നുള്ളത് മാസ്റ്റർ മഹാശയൻ പറഞ്ഞു അതെൻ്റെ ബുദ്ധിയിലും മനസ്സിലും മാത്രം ഉണ്ടായിരുന്ന സാധനമാണ്. അത് പുസ്തകത്തിലോ ഡയറിയിലോ അക്ഷരമായിട്ട് വന്നിട്ടില്ല. അതെൻ്റെ ബുദ്ധിയിൽ നിന്ന് ഞാൻ വിപുലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മാസ്റ്റർ മഹാശയൻ തന്നെ ഉദാഹരണം, അത് എങ്ങനെയാണ് എന്ന് ചോദിച്ച ആൾക്കൊരു ഉദാഹരണം മാസ്റ്റർ മഹാശയൻ പറഞ്ഞു കൊടുത്തത് ബ്രഹ്മചാരിയും പാമ്പും പോലെയാണെന്ന് പറഞ്ഞു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ബ്രഹ്മചാരിയും പാമ്പും, അത്രേ എഴുതിയിട്ടുള്ളൂ.
അപ്പോൾ ബ്രഹ്മചാരിയും പാമ്പും എന്ന് ഞാൻ എഴുതി ആ ഭാഗത്ത് ബ്രഹ്മചാരിയും പാമ്പും എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിപുലമായ കഥയും ആ കഥയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ വരാനുണ്ടായ സന്ദർഭങ്ങളും ആ ചോദ്യങ്ങളും ഒന്നും തന്നെ ഡയറിയിലില്ല. അത് മാസ്റ്റർ മഹാശയൻ്റെ ബുദ്ധിയിലും ചിന്തയിലും മനസ്സിലും മാത്രമുള്ളതായിരുന്നു. അതുപോലെയാണ് ഓരോ സന്ദർഭമെന്ന് മാസ്റ്റർ മഹാശയൻ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ 1902 മുതൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, 1902 മുതൽ 1910 വരെ, അതായത് ഈ 1902 ആരംഭിച്ച് 1910 വരെ, അതായത് 2 വർഷത്തിൻ്റെ ഇടവേള വെച്ച് 1902 കഴിയുമ്പോൾ 4 കഴിയുമ്പോൾ 4 2 6 കഴിയുമ്പോൾ 8 കഴിയുമ്പോൾ 10. ഈ 1902 മുതൽ 1910 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഈ 2 വർഷത്തിൻ്റെ ഇടവേളയിൽ 4 ഭാഗങ്ങളാണ് കഥാമൃതത്തിന് പ്രസിദ്ധീകരിച്ചത്. 4 ഭാഗം ബംഗാളിയിൽ. അപ്പോൾ 5-ാമത്തെ ഭാഗം പിന്നെയും 15 വർഷം കഴിഞ്ഞ് ആണ് 5-ാം ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 4 ഭാഗം ബംഗാളിയിലുള്ളത് 1902 പ്രസിദ്ധീകരിച്ച് 10-ലെത്തിയപ്പോൾ 4-ാം ഭാഗം വരെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെയും 15 വർഷം കഴിഞ്ഞപ്പോഴും 5-ാം ഭാഗം എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നോക്കൂ, അപ്പോൾ ആ 5-ാം ഭാഗത്തിൻ്റെ ആ എടുത്ത സമയം ഒന്ന് ആലോചിച്ചു. ഒരുപക്ഷെ മാസ്റ്റർ മഹാശയൻ പറഞ്ഞ പോലെ ഈ ധ്യാനാവസ്ഥയിലിരുന്ന് ഇത് റീക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാലയളവായിരിക്കാം. അപ്പോൾ 5-ാം ഭാഗം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവസരത്തിലാണ് വീരേശ്വരാൻ സ്വാമി അന്വേഷിച്ചു ഈ അവസരത്തിൽ, അതായത് ഇനിയും എത്ര കൂടി എഴുതാനുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചത്. കാര്യം 15 വർഷമായിട്ട് അടുത്ത 5-ാം ഭാഗം വന്നിട്ടില്ല, അല്ലെങ്കിൽ തുടർന്ന് ഇനി ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെന്നറിയാം, മാസ്റ്റർ മഹാശയൻ രചനയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നറിയാം. പക്ഷേ ഇത് അപ്പോൾ വീരേശ്വരാൻ സ്വാമി ചോദിച്ചു, ഇനിയും എത്ര കൂടി എഴുതാനുണ്ടാവും എന്ന് ചോദിച്ചു. അപ്പം മാസ്റ്റർ മഹാശയൻ മഹാശയനോട് പറഞ്ഞു, അങ്ങക്കിത് സാധിക്കുന്നത് ഒരത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. നോക്കൂ, ഈ 2 വർഷത്തിൻ്റെ ഇടവേള കൊണ്ട് 4 വോള്യം ഇറക്കിയെങ്കിലും 5-ാം വോള്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിന് 15 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണത വരുന്നില്ല. അപ്പം ഇങ്ങനെ ഇത് കണ്ടിട്ട് വീരേശ്വരാൻ സ്വാമി ചോദിച്ചു, ഇതൊരു അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. കാരണം ഏതാണ്ട് 40 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഈ ഡയറി കുറിപ്പ് കിട്ടിയിട്ട്, അല്ലേ? 1902 ആദ്യത്തെ പ്രസിദ്ധീകരിക്കുന്നത്. എഴുതാൻ തുടങ്ങിയിട്ട് 40 കൊല്ലം മുമ്പുള്ള കാര്യം 1882. 1882 ഫെബ്രുവരി, അല്ലെങ്കിൽ ബംഗാളിയിൽ കാണുന്ന പോലെ മാർച്ച്, ഇതിലേതെടുത്താലും 1902 1882 ഡയറിയിൽ എഴുതിയിട്ട ആ 1-2 വാക്ക് ആലോചിക്കണം. നമ്മൾ കഴിഞ്ഞ തവണ ആ 1-ാം ഡയറി കുറിപ്പിൻ്റെ പേജ് നമ്മൾ വായിച്ചതാണ്. അതിനകത്താകെയുള്ളത് സന്ധ്യ എന്നും വൃന്ദയെന്നൊക്കെ 1-2 വാക്കുകളേ ഉള്ളൂ. ഈ 1-2 വാക്കുകളെ 40 കൊല്ലം കഴിഞ്ഞാണ് എഴുതുന്നത്. ചെറിയ കാലയളവല്ല, 40 കൊല്ലം. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് വചനാമൃതത്തിൻ്റെ രചന നിർവഹിക്കപ്പെടുന്നത് ബംഗാളിയിൽ. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ 40 കൊല്ലം ഈ സന്ദർഭത്തെ എങ്ങനെയാണ് ഒരാൾ ഓർത്തിരിക്കുന്നത്? ഇവിടെ ഒരാഴ്ചയല്ല, ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മയില്ല, ഇന്നലെ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. അതാണ് 40 കൊല്ലം കഴിഞ്ഞ് ആ സന്ദർഭത്തെ 40 കൊല്ലം കഴിഞ്ഞ് എഴുതിയതാണെന്ന് തോന്നുന്നു അത് കണ്ടാൽ. കാര്യം സായം സന്ധ്യയെക്കുറിച്ചും അവിടുത്തെ മണിനാഥത്തെക്കുറിച്ചും അവിടുത്തെ ആ ചുറ്റുപാടുകളെക്കുറിച്ചും എല്ലാം ഇന്നെന്ന പോലെ, ഇപ്പോഴെന്ന പോലെ 40 കൊല്ലം കഴിഞ്ഞ് ഒരാൾ എഴുതുകയാണ്. 40 കൊല്ലം കഴിഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. ഒരാളുടെ ഏതാണ്ട് ആയുസിൻ്റെ പകുതി കൂടുതൽ കഴിഞ്ഞിട്ടാണിത്. അതാണ് വീരേശ്വരാൻ സ്വാമി പറഞ്ഞത്, ഇതുപോലൊരു അത്ഭുതം ലോകത്തുണ്ടായിട്ടുണ്ടോ എന്ന്. എന്നിട്ട് പിന്നെ പറയുന്നത്, എഴുതി വരുമ്പോൾ അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്, ഞാൻ എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ദിവസത്തെ ഓരോ നിമിഷത്തെയും ദൃശ്യങ്ങളെ
ഭഗവാൻ പറഞ്ഞ ഓരോ വാക്കും ചിരിയും ആംഗ്യങ്ങളും ചലനങ്ങളും എല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുന്നു എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും. ഇത് മാസ്റ്റർ മഹാശയൻ പറയുന്നതാണ്. എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഭഗവാന്റെ മാത്രമല്ല, അന്ന് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നവരുടെ പോലും ഭാവങ്ങളും ചലനങ്ങളും കൃത്യമായി ഞാൻ ഓർത്തെടുത്തു. ചോദിച്ചതാണ് ഈ ഭഗവാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഭഗവാന്റെ മാത്രമല്ലല്ലോ, വന്ന എത്രയോ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. ഈ വന്ന ആളുകളെ മുഴുവൻ നമ്മൾ ഈ വചനാമൃതത്തിലൂടെയല്ലേ കണ്ടത്. അവരുടെ ഓരോ ചലനങ്ങൾ, ആധാർസനെയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കണ്ടത്. ആധാർസന്റെ ഓരോ ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഇതെല്ലാം മാസ്റ്റർ മഹാശയനല്ലേ 40 കൊല്ലം കഴിഞ്ഞ് ഓർത്തെടുത്ത് എഴുതുക. 40 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആധാർസന്റെ കാര്യം, അല്ലെങ്കിൽ 34 വർഷം മുമ്പ്, 35 വർഷം, 36 വർഷം മുമ്പ് മരിച്ചുപോയ, എഴുതി തുടങ്ങി 2 വർഷത്തിൽ കൂടുതൽ നിന്നില്ല. അങ്ങനെ വന്നാലും 38 വർഷം കഴിഞ്ഞാണ് ആധാർസന്റെ കാര്യം, രാത്രി വണ്ടിയും പിടിച്ച് വന്ന കാര്യം, അവിടെ കിടക്കുന്നതും ഒക്കെ ഇത്ര സജീവമായിട്ട് എഴുതുന്നത്. ഭഗവാന്റെ പോട്ടെ, അത് മറക്കുന്നില്ല. പക്ഷേ ഈ ആധാർസന്റെ കാര്യം, അല്ലെങ്കിൽ കാളിപദഘോഷിന്റെ കാര്യം, അല്ലെങ്കിൽ അവിടെ വരുന്ന ഓരോ കഥാപാത്രങ്ങളുടെ കാര്യം, ഇതൊക്കെ എങ്ങനെ 40 വർഷം കഴിഞ്ഞ് ഓർത്തിരുന്നു, ഇവരുടെ ചലനങ്ങളും ഇവർ വന്ന സന്ദർഭങ്ങളും ഒക്കെ. ഇതാണ് വീരേശ്വരാനന്ദ സ്വാമി. ഇതെന്തൊരു അത്ഭുതമാണിത്. അങ്ങനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സന്ദർഭം ഇതിനകത്ത് ഉണ്ടായെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഇത് വായിക്കുമ്പോൾ? അപ്പോൾ എന്നിട്ട് മാസ്റ്റർ മഹാശയൻ പറഞ്ഞു എല്ലാം. അപ്പോൾ ഈ അത്ഭുതങ്ങളെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വീരേശ്വരാനന്ദ സ്വാമിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പിന്നീട് മാസ്റ്റർ മഹാശയൻ പറഞ്ഞ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. ഇപ്പോൾ ആളുകൾക്ക് ഇത് 40 വർഷം മുമ്പുള്ള വായിക്കുന്ന സന്ദർഭം, ഇത് വീരേശ്വരാനന്ദ സ്വാമി ചോദിക്കുമ്പോഴാണ് 40 വർഷം, നമ്മളുടെ കാലഘട്ടം അല്ല ഇത് പറഞ്ഞ് വീരേശ്വരാനന്ദ സ്വാമി ചോദിക്കുന്ന സന്ദർഭമാണ് ഇത് പറയുന്നത്. അപ്പോൾ 1910 ശേഷമാണിത്. 10 12 വീരേശ്വരൻ, അല്ല 15 വർഷം കഴിഞ്ഞ്. അപ്പോൾ 1920 25 1925 വീരേശ്വരാനന്ദ സ്വാമി ഇത് ചോദിക്കുന്നത്, 1925. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ പറഞ്ഞത് നിങ്ങൾക്കിത് 40 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, പക്ഷെ എനിക്കതിപ്പോൾ നടന്ന പോലെയാണ്. നിങ്ങൾക്കേ ഉള്ളൂ ഈ കാലഗണന, എനിക്ക് ആ കാലഗണനയില്ല. കാര്യം ഞാൻ അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാനിപ്പോഴും അവിടെ നിൽക്കുകയാണ്. എവിടെയാണോ ഞാൻ എൻ്റെ എഴുത്ത് ഡയറി കുറിപ്പിൽ ഭഗവാനോടൊപ്പം ഉള്ള ഭാഗം ഞാൻ എവിടെയോ നിർത്തിയോ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ആ നിമിഷങ്ങളും ദിവസങ്ങളും അതെല്ലാം എൻ്റെ കൺമുമ്പിൽ എനിക്കിപ്പോഴും കാണാം. ധ്യാനത്തിലൂടെ സമയം, കാലം എന്നീ ദൂരങ്ങൾ ഇല്ലാതെയാവുന്നു. മാസ്റ്റർ മഹാശയൻ പറഞ്ഞു, ഒരു ധ്യാനത്തിലൂടെ ഈ കാലങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു, ഈ സമയമൊന്നും ഇല്ലാതെയാകുന്നു. ഭഗവാനോടുള്ള പ്രേമം, ഭക്തി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആ ഭഗവത് സാന്നിധ്യത്തിൽ ഭൂതകാലം എന്നൊന്നില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. മാസ്റ്റർ മഹാശയന് ഭൂതകാലം എന്നൊന്നില്ല. മാസ്റ്റർ മഹാശയന് വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. എല്ലാ വർത്തമാനകാലവും 82 മുതൽ 86 വരെയാണ് എന്ന് മാത്രം. ഈ 40 കൊല്ലം കഴിയുമ്പോഴും മാസ്റ്റർ മഹാശയൻ ജീവിക്കുന്നത് 82 മുതൽ 84 വരെയാണ്, അല്ല 86 വരെയാണ്. അതാണ് എനിക്ക് ഭൂതകാലമില്ല എന്ന് മാസ്റ്റർ മഹാശയൻ പറഞ്ഞു. എനിക്ക് വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. പിന്നെയും 2 വർഷം കഴിഞ്ഞ് ഈ വീരേശ്വരാനന്ദ സ്വാമി ചോദിച്ചിട്ട് പിന്നെയും 2 വർഷം കഴിഞ്ഞ് 1927 മറ്റൊരു ഭക്തൻ ചോദിച്ചു, വേറെ ആരെയും ഭഗവാൻ ഇതെല്ലാം കുറിച്ച് വെക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നാണ് പറയുന്നത്, ശരിയാണോ എന്ന് ചോദിച്ചു. മാസ്റ്റർ പറഞ്ഞു, ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇത് കുറിച്ചെടുക്കാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ കുറിച്ചു വെക്കുന്ന കാര്യം ലോകത്താർക്കും അറിയുമായിരുന്നുമില്ല. മാസ്റ്റർ മഹാശയൻ പറഞ്ഞതാണ്, ഞാനിത് കുറിച്ചു വെക്കുന്നു എന്നുള്ള കാര്യം ഭഗവാൻ അറിയുന്നുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാര്യം ലോകത്താർക്കും അറിയില്ല ഞാനിത് എഴുതിയത്. കാരണം അത് സ്വാഭാവികമായി ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ചെയ്തിരുന്നൊരു പ്രവൃത്തി തുടർന്ന് വന്നു എന്ന് മാത്രം. അതായത് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താണോ ചെയ്തത് അതാണ് 27ാം വയസ്സിൽ ഭഗവാനെ കണ്ടപ്പോൾ ചെയ്തത്. പുതിയ കാര്യമൊന്നും ഞാൻ ചെയ്തില്ല. ഭഗവാനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇതൊക്കെ എഴുതിയെടുക്കാമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എഴുതാൻ തുടങ്ങിയ കാര്യം 27ാം വയസ്സിലെത്തിയപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ ഞാൻ എഴുതിയെന്ന് മാത്രം പറഞ്ഞു മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഭഗവാൻ അറിയുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ലോകത്താർക്കും അറിയില്ലായിരുന്നു ഞാനിങ്ങനെ കുറിക്കുന്നു. പക്ഷെ പിന്നീട് ഒരു സന്ദർഭത്തിൽ ഭഗവാൻ ഇത്
പുറത്തറിയിക്കുകയാണ്. എങ്ങനെയാണ് അറിയിച്ചത്? കാശിപ്പൂർ ഗാർഡനിൽ അവസാന നിമിഷങ്ങളിൽ എത്തിയപ്പോൾ മാസ്റ്റർ മഹാശയൻ ഉറക്കമൊഴിഞ്ഞ് ക്ഷീണിതനായി രോഗാവസ്ഥയിലായ കാര്യം നമ്മൾ നേരത്തെ വായിച്ചതാണ്. മാസ്റ്റർ മഹാശയൻ രോഗാവസ്ഥയിലായ കാര്യം അത് കഴിഞ്ഞ് വന്നപ്പോൾ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, നീ നല്ലപോലെ ഉറങ്ങണം. ഭഗവാൻ പറഞ്ഞ 3 വാക്കുകളാണ്. നീ നല്ലപോലെ ഉറങ്ങണം, നീ രാത്രിയിൽ പാല് കുടിക്കണം, പാല് കുടിച്ചാൽ നല്ല ഉറക്കം കിട്ടും, നീ നല്ലപോലെ ഉറങ്ങണം. 3ാമത് പറഞ്ഞതാണ് മാസ്റ്റർ മഹാശയൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് പറയുന്നത്, നീ നിൻ്റെ എഴുത്ത് കുറച്ച് നാളത്തേക്ക് നിർത്തണം. നോക്കൂ, അപ്പോഴാണ് മാസ്റ്റർ മഹാശയൻ ഞെട്ടിപ്പോയത്. താൻ ഇത്രയും കാലം എഴുതിക്കൊണ്ടിരുന്നതെല്ലാം ഭഗവാൻ അറിയാമായിരുന്നു. നീ നിൻ്റെ എഴുത്ത് കുറച്ച് കാലത്തേക്ക് നിർത്തിവെക്കണം. അത് മാസ്റ്റർ മഹാശയൻ നിർത്തിയായിരുന്നു. അങ്ങനെയാണ് പിന്നീടുള്ള ഭാഗങ്ങൾ എഴുതപ്പെടാതെ പോയത്. ഭഗവാൻ പറഞ്ഞതാണത്, നീ എഴുത്ത് നിർത്തിവെക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ അറിയാമായിരുന്നു ഇത് താൻ എഴുതുന്നു എന്നുള്ള കാര്യം ഭഗവാൻ അറിയാമായിരുന്നു. അപ്പോഴാണ് മാസ്റ്റർ മഹാശയൻ പഴയ ചില കാര്യങ്ങൾ സിനിമയിലെന്ന പോലെ ഓർത്തത്. ഭഗവാൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. വളരെ പ്രയാസമുള്ള തെറ്റ് വരുമെന്ന് ഉറപ്പുള്ള ഭഗവാന്റെ ഈ വചനാമൃതത്തിൻ്റെ ഒരു പ്രത്യേകത, ഭഗവാന്റെ വായിൽ നിന്ന്, ഭഗവാൻ തന്നെ പറഞ്ഞതാണ്, ഭഗവാന്റെ വായിൽ നിന്ന് ഒരിക്കലും അസത്യം പുറത്തു വരില്ല. അസത്യമായതൊന്നും ഭഗവാന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ല. അത് ഭഗവാൻ വിചാരിച്ചാലും അസത്യം വരില്ല. അതിന് കാരണം കാളി മാതാവ് അത് അനുവദിക്കില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ഇത് കുറിച്ചു വെക്കുന്നുണ്ടെന്ന് ഭഗവാൻ അറിയാം, പക്ഷെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ കുറിച്ചു വെക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ അസത്യമോ അവാസ്തവികമായ കാര്യങ്ങളോ കടന്നുകൂടിയാൽ അത് തെറ്റിപ്പോവുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് മാസ്റ്റർ മഹാശയനെ കൊണ്ട് ചില ഭാഗങ്ങൾ ഭഗവാൻ റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ നേരത്തെ വായിച്ചതാണ്, ആ ഭാഗം പറഞ്ഞതാണ്. ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്, ഒന്നുകൂടെ പറ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് മാസ്റ്റർ മഹാശയനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിച്ചു. അക്ബറിൻ്റെ കഥയൊക്കെ പറയുന്ന കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ റിപ്പീറ്റ് ചെയ്യിച്ച്, അതൊക്കെ മാസ്റ്റർ മഹാശയൻ ഈ ഒറ്റ ഇരിപ്പിലിരുന്ന് ആലോചിക്കുകയാണ്. ഈശ്വര, അന്ന് ഇതെല്ലാം എന്നെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിച്ചത് തിരിച്ച് ഞാൻ പോയിരുന്ന് എഴുതുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഭഗവാനെ എന്ന് മാസ്റ്റർ മഹാശയൻ അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ രചനാ കാലഘട്ടത്തെ മറികടന്നുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ മഹാശയൻ. നമ്മുടെ സമയം ഇപ്പോൾ അതിക്രമിച്ചതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ.